ഇന്ന് പകൽക്കാലം ഓണത്തോടനുബന്ധിച്ച് ഒരു വീഡിയോ ഇടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഇതിൽ കൂടെ സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളോടാണ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും അല്ലെങ്കിൽ ഇത് കാണുന്ന മറ്റു ചിലർ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് എതിർപ്പുണ്ടായേക്കാം. എങ്കിലും ഞാൻ ഇത് പറയുവാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളോട് മാത്രമാണ് എന്ന് ആദ്യമേ തന്നെ സ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ക്രിസ്ത്യാനി ഓണം ആഘോഷിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ചർച്ചകൾ, പല വീഡിയോകളിൽ നിങ്ങൾ പല തരത്തിലുള്ള ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഓണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓണം ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആയിട്ട് കേരളത്തിലെ ജനത കരുതുന്നുണ്ട്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത്തപ്പഴങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ കാച്ചില്, ചേന, ചേമ്പ് ഇങ്ങനെയുള്ളതായ പല കൃഷികളുടെയും വിളവെടുപ്പ് നടക്കുന്നതായ ഒരു സമയമാണ്. കൃഷിക്കാരുടെ കയ്യിൽ പണം വരികയും അങ്ങനെ അതിന്റെ ഫലമായിട്ട് അവർക്ക് കുടുംബത്തിൽ ഒരുമിച്ച്, ബന്ധുക്കളോട് ഒരുമിച്ച് സന്തോഷിക്കാനായിട്ടുള്ള ദിനങ്ങളായിട്ട് ഈ ദിനങ്ങൾ വേർതിരിക്കാറുണ്ട്. അങ്ങനെയുള്ളതായ ഒരു വിളവെടുപ്പിന്റെ ഉത്സവമായിട്ട് ഇതിനെ കരുതുമ്പോൾ അതിൽ തന്നെ സന്തോഷിക്കുന്നത് തെറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ ഉയർത്തേണ്ടതായ ഒരു ചോദ്യം, അവിടെ ഓണം എന്ന് പറയുന്നതായ ഒരു ഫെസ്റ്റിവലിനോട് ഇതിനെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു വസ്തുത. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇല്ല എന്നാണ് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. ആ സമയത്ത്, സീസൺ സമയത്ത് വിളവെടുപ്പ് നടത്തുമ്പോൾ കുടുംബത്തിൽ ഉള്ളവരുമായിട്ട് ഒരുമിച്ച് സന്തോഷിക്കുവാനായിട്ട് കഴിയും. അതിന് ഓണമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായ യാതൊരു ആവശ്യവും ഇല്ല എന്ന വസ്തുത നമ്മൾ മറന്നു പോകരുത്. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കാതെ തന്നെ മറ്റു മതസ്ഥരെ ബഹുമാനിക്കുവാനായിട്ട് കഴിയും. എൻ്റെ അനേക സുഹൃത്തുക്കൾ അവര് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ട്, മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ട്. ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഓണം അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറില്ല. പക്ഷെ ഞാൻ അവരെ ബഹുമാനിക്കാറുണ്ട്, അവരെ ആദരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമാണ് അവരെ ബഹുമാനിക്കുന്നത് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുകയാണ് എന്ന വസ്തുത മറന്നു പോകരുത്. ബൈബിൾ അതിനെ യാതൊരു വിധത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് നമ്മൾ ദൈവശാസ്ത്രപരമായിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഓണം എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ യഥാർത്ഥത്തിലുള്ള റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഡീപ്പായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് അധികം കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് തിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഓണം നമ്മൾ പഠിക്കുമ്പോൾ തൃക്കാക്കര അപ്പൻ അല്ലെങ്കിൽ മഹാവിഷ്ണു പൂജയോടുകൂടിയാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. അതിന്റെ പിന്നിലുള്ളതായ ഐതിഹ്യം, മഹാവിഷ്ണു യുഗങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലോട്ട് കടന്നു വരികയും മഹാവിഷ്ണു അല്ലെങ്കിൽ വാമനൻ മഹാബലിയെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തി എന്നാണ് ആ ഐതിഹ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നീട് വർഷത്തിലൊരിക്കൽ മഹാബലിക്ക് തിരികെ കേരളത്തിലോട്ട് വരുവാൻ തന്നെ പ്രജകളെ കാണുവാനായിട്ട് മഹാവിഷ്ണു അല്ലെങ്കിൽ വാമന അവതാരമോ മഹാവിഷ്ണു അവകാശം കൊടുത്തു എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ അതിന്റെ ഫലമായിട്ട് എല്ലാ വർഷവും തിരുവോണ നാളുകളിൽ കേരളത്തിലെ ജനങ്ങൾ വാമനനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വാമനന് വരുവാൻ പെർമിഷൻ കൊടുത്തത് മഹാവിഷ്ണുവാണ്. അപ്പൊ മഹാവിഷ്ണു ആരാധന ഇല്ലാതെ ഒരിക്കലും ഓണം അതിൽ തന്നെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിന്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഞാൻ പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് പറയുന്നത്. അപ്പോൾ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ തൃക്കാക്കര അപ്പന്റെ പൂജയുമായിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് കോംപ്രമൈസ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വളരെ ആഴത്തിൽ, അതായത് ആത്മീയ പോരാട്ടത്തിന്റെ ആഴമായ തലങ്ങളിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ശത്രുവുമായിട്ട് നമ്മളൊരു കോംപ്രമൈസ് അവിടെ നമ്മൾ ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മഹാബലി ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു
തർക്കത്തിലോട്ടല്ല ഞാൻ ഈ സമയത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. മഹാബലി രാജാവ് ജീവിച്ചോ ജീവിച്ചില്ലയോ എന്നുള്ളത് ചരിത്രകാരന്മാർ ആ വിഷയം കണ്ടുപിടിക്കട്ടെ. ഇൻ കേസ് മഹാബലി എന്ന വ്യക്തി ജീവിച്ചിരുന്നാൽ തന്നെ ആ മഹാബലി മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ബൈബിൾ അനുസരിച്ച് ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ഹിം ടു കം ബാക്ക്? ആ വ്യക്തിക്ക് വീണ്ടും ഭൂമിയിലോട്ട് കടന്നു വരുവാൻ കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ മഹാബലിയെ വെൽക്കം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ മരിച്ചുപോയ ഒരു വ്യക്തിയെ ഒരു ദിവസത്തേക്കെങ്കിലും തിരികെ തന്നെ ഭവനത്തിലോട്ട് കൊണ്ടെത്തിക്കുവാനായിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ ആ വ്യക്തിയുടെ ആ കുടുംബ ജീവിതങ്ങളിൽ പൈശാചികമായ ഒരു ഡെമോണിക് അറ്റാക്കിന് ആ കുടുംബങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിൾ ശക്തമായിട്ട് മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ മരിച്ചവരുടെ ആത്മാക്കളെ ഭവനങ്ങളോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതായ ക്രിയകൾ, ഇതെല്ലാം ശക്തമായിട്ട് വിലക്കുന്നുണ്ട്. മരിച്ചവർക്ക് എന്തായാലും ഭവനങ്ങളിൽ കടന്നു വരുവാനും കഴിയുകയില്ല. അത് ഹിന്ദു മതം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മതത്തിന്റെ ആചാരം അനുസരിച്ച് ചെയ്യുമ്പോൾ അവർക്ക് അടിസ്ഥാനപരമായ ആശയങ്ങൾ, അതിനെ അനുകൂലിക്കുന്ന കാര്യങ്ങൾ അവരുടെ മതത്തിലുണ്ട്. പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ മഹാബലിയെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പൈശാചികമായ ഒരു ഇൻവൈറ്റേഷനാണ് നിങ്ങൾ അവിടെ നടക്കുന്നത്. അതിന്റെ ഫലമായിട്ട് കുടുംബ ജീവിതങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങളിലോട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ഞാൻ പറയുന്ന വിഷയങ്ങൾ ചിന്തിച്ചു നോക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അനേക രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ പല മീറ്റിങ്ങുകൾ ഒക്കെ നടക്കാറുണ്ട്. തിരുവാതിര കളികൾ, അത്തപ്പൂടിയിൽ മത്സരങ്ങൾ, ഇതൊക്കെ നടക്കുമ്പോൾ നമ്മളെ തിരുവാതിര കളിയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് കണക്ട് ചെയ്തതാണ്. നിലവിളക്കിന്റെ മുമ്പിൽ അഗ്നിദേവനെ സാക്ഷി നിർത്തിയൊക്കെയാണ് തിരുവാതിരകളൊക്കെ കളിക്കുന്നത്. ഇതൊക്കെ എത്രമാത്രം രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിക്ക്, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരോട് അല്ലെങ്കിൽ കരിസ്മാറ്റിക് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരോട് ഞാനിത് ചോദിക്കുകയാണ്. ഇതിന്റെ ആവശ്യം നമുക്ക് കുട്ടികൾക്കുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക്, തലമുറകൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതായ ഒരു വസ്തുത. അത്തപ്പൂടലിന്റെ സമയത്തും നിലവിളക്കിന് മുമ്പിൽ ഉള്ളതായ പൂച്ചകള്, മഹാബലിയെ ഇൻവൈറ്റ് ചെയ്യുന്ന ക്രിയകൾ, ഇതൊക്കെ നമ്മളെ ഇന്ന് ആധുനിക ലോകത്തിന് സൈതാനിക് വർഷിപ്പേഴ്സിന്റെ ഓജോ ബോർഡും അത്തപ്പൂടൽ മത്സരവും ഒക്കെ അതിന്റെയൊക്കെ വേറൊരു തലത്തില് ഇതൊക്കെ ഈക്വൽ ഒന്നാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്ട്രീം സോഷ്യൽ ഹാർമണി, കോണ്ടസ്റ്റലൈസേഷനിലോട്ട് ഇന്ന് പല തിയോളജിയൻസും തിരിയുമ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം, അങ്ങനെ എക്സ്ട്രീം കോണ്ടസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം സോഷ്യൽ ഹാർമണി എക്യുമെനിസത്തിലൂടെ നമ്മൾ വൈഡർ എക്യുമെനിസത്തിലൂടെ തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ നാമം അവിടെ മഹിമപ്പെടുന്നുണ്ടോ? യഥാർത്ഥത്തിലുള്ള സുവിശേഷം ഇങ്ങനെയുള്ള കോംപ്രമൈസുകൾ കൂടെ പ്രൊക്ലെയിം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പിശാചിന്റെ കരങ്ങളിൽ ആണ്. മാനവരാശിയുടെ വിമോചനത്തിന് ഏകമാർഗം യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഉള്ളൂ. മഹാബലി എന്ന് പറയുന്ന വ്യക്തി മാനവരാശിയുടെ വിമോചനം അല്ലെങ്കിൽ കേരള ജനതയുടെ വിമോചനം കൊണ്ടെത്തിക്കുവാനായിട്ട് മഹാബലിക്ക് സാധിക്കുകയില്ല. എന്നാൽ ഓണം ആഘോഷിക്കുമ്പോൾ യേശു ക്രിസ്തു മാത്രമാണ് സത്യ ദൈവം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അക്രൈസ്തവരായ സഹോദരങ്ങളോട് പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഭയത്തിന്റെ ആത്മാവാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അവരെ സ്നേഹിക്കുകയല്ല, അവരുടെ ആത്മാവിനെ നിത്യനരകത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നുള്ള വസ്തുത ഇന്ന് ഈ അവസരത്തിൽ മറന്നു പോകരുത്. പിന്നെ അടുത്തതായിട്ട് ഓണം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉത്സവം എന്ന് പറഞ്ഞ് അനേക ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. ഹൈന്ദവർ പറയുന്നത് മനസ്സിലാക്കാം, അവരെ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് എവിടെയാണ്? 365 ദിവസവും നിങ്ങൾക്ക് സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഇന്ന് പകൽക്കാലം ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധം ഈ ദിവസങ്ങളിൽ പിന്നെ പരിശോധിക്കണം. ഓണം നിങ്ങൾക്ക് പ്രത്യേക സന്തോഷം തരുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം ശരിയല്ല എന്ന് ഞാൻ ഇന്ന് ഈ
സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ പൂർണ്ണ സമയം കടന്നു വരികയും അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ആളത്തെ ബന്ധത്തിൽ നമ്മൾ കടന്നു വരുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ശ്രമിക്കുവാൻ ഇടയായി തീരണം. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് താൽക്കാലികമായ കാര്യങ്ങളിലോ ആഘോഷങ്ങളിലോ ഉത്സവങ്ങളിലോ ആയിരിക്കരുത്. ദൈവവചന പഠനത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലും ആയിരിക്കണം. നീതിയും സമാധാനവും ഉള്ള ജീവിതത്തിലാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടെ, പിശാച് വളരെ തന്ത്രശാലിയാണ്. നമ്മളുടെ ജീവിതത്തെ തകർക്കുവാൻ പല മേഖലകളിൽ കൂടെ പിശാച് കടന്നു വരുവാനായിട്ട് ഇടയായിട്ട്, അങ്ങനെയുള്ള മേഖലകളെ നമ്മൾ തിരിച്ചറിയുകയും ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം നമ്മളുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുന്ന അല്ലെങ്കിൽ രക്ഷയെ ഡൈല്യൂട്ട് ചെയ്യുന്നതായ വിഷയങ്ങളെ അവോയ്ഡ് ചെയ്യുകയും പൂർണ്ണമായ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലോട്ട് മടങ്ങി വരുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ പലരും ഈ ദിവസങ്ങളിൽ പറയാറുള്ളതായ ഒരു കാര്യമാണ്, ഞാൻ ഓണമൊക്കെ ആഘോഷിക്കുന്നത് എന്താണ് വൈകാരികമായ ബുദ്ധിയുടെ ഒരു പ്രതിഫലനമായിട്ട് ചില ക്രിസ്ത്യൻസ് ഒക്കെ കരുതാറുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് ഈ അവസരത്തിൽ ഞാനത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഇതൊന്നും ആഴമായ ദൈവശാസ്ത്ര അറിവ് നിങ്ങൾക്കുണ്ടതിന്റെ തെളിവല്ല. മറിച്ച് ദൈവത്തെ അല്ലെങ്കിൽ രക്ഷയുടേതായ ഒരു പ്രത്യേക മേഖലകളിൽ നിങ്ങൾ അതിനെ നിഷേധിക്കുന്നതിന്റെ തെളിവ് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ക്രിസ്ത്യാനി രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് വലയം ഒന്നുകൂടെ വർദ്ധിപ്പിച്ച് അതിൽ കൂടെ നിങ്ങൾ പ്രസക്തി അല്ലെങ്കിൽ പേര് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് കരുതുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പൂർണ്ണമായ ദൈവവചനത്തിലോട്ട് മടങ്ങി വരുവാനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു ജനതയെ ഒരുക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമീൻ.